1957 നവംബർ മാസം 3-ാം തീയതി സോവിയറ്റ് യൂണിയൻ ഒരു കടുങ്കൈ ചെയ്തു. ആ കടുങ്കൈയുടെ പേരാണ് സ്പുട്നിക് 2 മിഷൻ. ചരിത്രത്തിൽ ആദ്യമായി ഒരു ജീവിയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നു, ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യിക്കുന്നു. കേൾക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ആശയമായിട്ടൊക്കെ തോന്നും. പക്ഷേ വളരെയധികം ക്രൂരത നിറഞ്ഞിട്ടുള്ള ഒരു മിഷനായിരുന്നു അത്. ആ മിഷനു വേണ്ടി അവർ തിരഞ്ഞെടുത്തത് ലൈഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നായയാണ്. മോസ്കോയുടെ തെരുവുകളിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയാണ് ലൈഗ. ലൈഗയെ മാത്രമല്ല, അത്തരത്തിൽ അനവധി നായ്ക്കളെ അവർ ഈ ഒരു മിഷന് വേണ്ടി തിരഞ്ഞെടുത്തു. അതിൽ നിന്നും അവസാനം നറുക്കു വീണത് പാവം ലൈഗയ്ക്കായിരുന്നു. ലൈഗയെ ഈ സ്പുട്നിക് 2 പേടകത്തിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം അവർ അതിനെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ഭൂമിക്ക് ചുറ്റും വലം വയ്ക്കുകയായിരുന്നു ലക്ഷ്യം. വിജയകരമായിട്ട് തന്നെ ആ മിഷൻ നടപ്പിലാക്കുകയും 7 ദിവസത്തോളം ലൈഗയ്ക്ക് സുഖമായിട്ട് ജീവിച്ചിരിക്കാൻ സാധിച്ചെന്നും പിന്നീട് ശാന്തമായിട്ടുള്ള ഒരു മരണമാണ് ലൈഗയ്ക്ക് ലഭിച്ചതെന്നുമൊക്കെയാണ് അന്ന് സോവിയറ്റ് യൂണിയൻ ലോകത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ വർഷങ്ങൾ കടന്നുപോയി. ആ മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സയൻറ്റിസ്റ്റിന് ആ രഹസ്യം മറച്ചു വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ 2002 അത് ലോകത്തെ അദ്ദേഹം അറിയിച്ചു. ലൈഗ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരില്ലെന്ന് സോവിയറ്റ് യൂണിയന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു മരണമായിരുന്നില്ല ലൈഗയ്ക്ക് ഉണ്ടായിരുന്നത്. വിക്ഷേപിച്ച് 5 മുതൽ 7 മണിക്കൂറുകൾക്കുള്ളിൽ ദാരുണമായിട്ട് അതിശക്തമായിട്ടുള്ള വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ ലൈഗ പെടഞ്ഞു മരിക്കുകയായിരുന്നു. ആ സ്പുട്നിക് 2 മിഷൻ അതൊരു വിജയമായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ പുറം ലോകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. അതൊരു പരാജയമായിരുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള താപനിലയും പ്രഷറും ആ ചേംബറിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് മാരകമായിട്ട് ക്രൂരമായിട്ട് ലൈഗ കൊല ചെയ്യപ്പെടുകയായിരുന്നു. അത് അതിദാരുണമായിട്ടുള്ളൊരു അന്ത്യമായിരുന്നു. പക്ഷേ ആ അന്ത്യത്തിലൂടെ, അല്ലെങ്കിൽ ആ ഒരു രക്തസാക്ഷിത്വത്തിലൂടെ തന്നെയാണ് മനുഷ്യന് പിന്നീട് സുരക്ഷിതമായിട്ട് ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ബഹിരാകാശത്തിലെ ഓരോ വിജയവും നമ്മൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആഘോഷങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ലൈഗയെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യർ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യർ ബഹിരാകാശത്ത് പര്യവേഷണങ്ങൾ നടത്തുന്നിടത്തോളം കാലം ലൈഗയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ധാർമ്മികമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.